പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം ശ്രവിച്ചുകൊണ്ട് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. എൻ്റെ പേര് ആനി, എൻ്റെ വീട് ചെറുവണ്ണൂരാണ്. ഫറൂഖ് വെനേർനി സ്കൂളിൽ ഹയർ സെക്കൻഡറി മാത്സ് ടീച്ചറാണ്. 5 വർഷം ആയിട്ട് ഞാൻ സ്പോണ്ടലിറ്റിസ് ആയിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഹയർ സെക്കൻഡറി ഓരോ മാത്സ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എഴുതി തുടങ്ങിയാലും തീരില്ല, അത്രയും വലിയ പ്രോബ്ലംസാണ്. അപ്പം അത് എഴുതുമ്പം കുറച്ച് കാലം വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേദന കൂടി വന്നു. ബോർഡിൽ എഴുതാൻ നേരത്തെ ഞാൻ ഷോൾഡറിൽ പിടിച്ചിട്ടാണ് ബോർഡിൽ എഴുതുക. പിന്നെ ഡോക്ടറെ കണ്ടു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഇവിടെ കഴുത്തിൻ്റെ പുറകിലെ 3 ഭാഗത്ത് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അത് റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നമായിട്ട് മാറും. ഞാൻ +2ൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ 2 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു ടൂറ് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ടീച്ചറെ കഴിയുന്നതും ടൂറ് പോവാതിരിക്കുക. അപ്പം എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ കുട്ടികളുടെ കൂടെ ചേർന്നാൽ ഞാനും അവരിൽ ഒരാളായിട്ട് മാറും. ഞാൻ ടൂറ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നെ സമ്മതിക്കില്ല, കാരണം മിസ്സില്ലാതെ എങ്ങനെയാണ് ഒരു ടൂറ് പോവുക. അപ്പോൾ ഞാൻ സ്കൂളിലത്തെ ടീച്ചറോട് പ്രിൻസിപ്പൽ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് 3 മാസമെങ്കിലും എനിക്ക് റെസ്റ്റ് വേണം. അപ്പം സിസ്റ്റർ എന്താ ആനി ചെയ്യുക? അപ്പോൾ ആ സമയത്ത് ഞാൻ ഇടയ്ക്ക് അഭിഷേകാഗ്നി പരിപാടി കാണാറുണ്ടായിരുന്നു ശാലോം TV-യിൽ. അപ്പോൾ TV-യിൽ പരിപാടി കാണുമ്പോൾ എൻ്റെ വിചാരം എല്ലാവരും ധ്യാനത്തിന് ഓരോ സ്ഥലത്ത് പോകും, അവർക്ക് രോഗശാന്തി വരും. ഇപ്പോൾ ഈ TV-യിൽ കൂടെ കാണുമ്പം എങ്ങനെയാണ് ഓരോരുത്തർക്കും സുഖപ്പെടുക? നമ്മളിങ്ങനെ എന്തോ ഒരു പരിപാടി കാണുന്ന ലാഘവത്തോടെയായിരുന്നു ഞാൻ. അപ്പോൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവ സാക്ഷ്യങ്ങൾ
TV കണ്ടുകൊണ്ടിരുന്ന, ഡൽഹിയിലിരുന്ന് എങ്ങനെ അസുഖം മാറി, എങ്ങനെ ഒരു ഡേറ്റൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഒരു കുടുംബത്തിൻ്റെ ഒരാൾ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് അവിടുത്തെ ഒരു ഏടത്തിയമ്മ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിയിൽ വന്നു. ഇവരിവിടുന്ന് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് ആ ചേച്ചി ഫോൺ ചെയ്ത് ഈ സുഖമില്ലാത്ത ആൾക്ക് ചെവിയിൽ വെച്ചു കൊടുത്തു. അപ്പം അദ്ദേഹത്തിന് ആ സ്തുതിപ്പ് കേട്ടപ്പോൾ തന്നെ അസുഖം മാറിയ അവസ്ഥ. അപ്പം ഞാൻ ആകെ ഞെട്ടി, അയ്യോ ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ അച്ഛൻ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും നമ്മുടെ അസുഖം, ഇപ്പം എന്നോട് പറഞ്ഞ് നെക്ക് മറ്റേ കോളർ ഇടണം. അയ്യോ, സ്കൂളിൽ പോകുമ്പോൾ കോളർ ഇടാൻ വേണ്ടി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന എല്ലാവരും പെടലി എന്ന് വിളിച്ച് കുട്ടികൾ കളിയാക്കുമോ. അപ്പോൾ ആ ഒരു അവസ്ഥ. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഡ്രസ്സ് മാറ്റാൻ പോലും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയാൽ ഞാൻ ഈ കോളർ ഇടും. അപ്പോൾ ഈ അഭിഷേകാഗ്നി പരിപാടി കാണുന്ന സമയത്ത് ഞാൻ കോളർ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് എന്തായാലും നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ അസുഖങ്ങളെ പറ്റിയിട്ടോ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ട, ദൈവത്തെ സ്തുതിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ആ കോളർ ഞാൻ ആ കഴുത്തിൽ നിന്ന് ഊരി മാറ്റിയിട്ട് അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ ഇപ്പൊ 4 വർഷമായി ഇതേവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. കോളർ പിന്നെ ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 4 വർഷമായി പിന്നെ ഇന്ന് വരെ ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നോക്കി എത്ര വലിയ അത്ഭുതമാണ് ഈശോ. അത് ഈശോ ആ വീട്ടിൽ ആ സമയത്ത് അവിടെ ഈശോ പ്രസൻ്റായി. ഈശോ ആ തോളിൽ തൊട്ട് സുഖപ്പെടുത്തി. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ ഈശോ സുഖപ്പെടുത്തിയ പോലെ ഈശോ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സന്തോഷമാണോ? കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചാടി എഴുന്നേറ്റ് കർത്താവിനെ കുറച്ച് നേരം നമുക്ക് ആരാധിക്കാം. ഓരോരുത്തരും നിൽക്കുന്ന ഭവനം, സ്ഥലം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കൊണ്ട് പൂരിതമാകും. ദൈവത്തിൻ്റെ തേജസ് ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വരും. ഒരു പക്ഷേ ഒരുപാട് നാളുകളായി കണ്ണുനീരിലിരിക്കുന്നൊരവസ്ഥയായിരിക്കാം. പ്രാർത്ഥിച്ചൊരു ഉത്തരം കിട്ടാത്തതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വിമിഷ്ടം മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ കർത്താവിന് എന്നോട് കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും എന്ന് പറഞ്ഞ് കർത്താവിനെ തന്നെ ആശ്രയിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. അറിയാവുന്നതുപോലെ സ്തുതിക്കുക. ആദ്യമായിട്ട് കൂട്ടായ്മയിലേക്ക് ചേരുന്നവരോട് അവർ സ്തുതിക്കുക. സ്ഥിരമായി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവർ സ്തുതിക്കുക. എല്ലാ കുട്ടികളും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യുവതിവാക്കന്മാർ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഉച്ചത്തിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു.
യേശു തന്റെ അടിപ്പിണറാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. കരങ്ങളടിച്ച് യേശു തന്റെ അടിപ്പിണറാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. ഉയർത്തി കൈയടിച്ച് രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. എന്നേക്കും വിട്ടുപോകാം. എന്നേക്കും വിട്ടുപോകാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എല്ലാവരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 2 സംഭവങ്ങളെ ഇന്ന് ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ സംഭവം, ഗരസേനരുടെ നാട്ടിലെത്തിയ യേശു ലഗിയോൻ എന്ന പൈശാചിക കൂട്ടം ആവസിച്ചിരുന്ന ഒരു ദൈവ പൈതലിനെ വിടുതലാക്കിയതാണ്. രണ്ടാമത്തേത്, രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് യേശു ക്രിസ്തുവിനിൽ നിന്ന് ലഭിച്ച അത്ഭുത സൗഖ്യത്തെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുമാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 2 സംഭവങ്ങളിലും യേശു വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ കൊണ്ടുവരുന്ന വഴികളെക്കുറിച്ച് അവിടത്തേക്ക് അറിയാം. ഈ 2 സംഭവങ്ങളിലും യേശുവിൻ്റെ ഹൃദയത്തിലെ ഒരു കാര്യം ജനത്തെ അറിയിക്കുകയാണ്. അതിതാണ്, ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കുന്ന ഒരുവൻ ആ കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അവിടത്തേക്ക് പ്രീതിജനകമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് പ്രസിദ്ധമാക്കണമെന്നത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ സംഭവത്തിൽ യേശു വളരെ ശുശ്രൂഷകൾ ചെയ്ത് ക്ഷീണിച്ച്, എന്നാലും ശരി, കടൽ കടന്ന് ആ പുതിയ നാട്ടിൽ ഗരസേനരുടെ നാട്ടിലെത്തി. പിശാച് ആവസിച്ചിരുന്ന മനുഷ്യൻ, കല്ലറകളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ, തന്നെതിരെ മുറിപ്പെടുത്തിയിരുന്ന മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ വിറപൂണ്ട് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? യേശു അവനിൽ നിന്ന് ആ അശുദ്ധാത്മാവിനെ പുറത്താക്കി. യേശു പിശാചുകളുടെ വ്യൂഹത്തെ അവനിൽ നിന്ന് പുറത്താക്കി. അവൻ സുബോധമുള്ളവനായി. അവൻ വെള്ളവസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി എന്ന് തിരുലിഖിതം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനുശേഷം ഇവൻ്റെ മനസ്സിൽ നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടായി. 1, യേശുവിനെ അനുഗമിക്കണം. 2, യേശുവിൻ്റെ കൂടെ ആയിരിക്കണം. യേശുവിൻ്റെ കൂടെ സുവിശേഷ വേലയിൽ പങ്കാളിയാകണം. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടക്കണം.
യേശു പോകുന്നിടത്തെല്ലാം പോകണം. നല്ല നല്ല ദൈവിക ആഗ്രഹങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ടായി. അതവൻ വെളിപ്പെടുത്തുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുലിഖിതം. പിശാച് ബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവൻ്റെ കൂടെ ഇരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ യേശു ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത്, ഈ ഒരു മനുഷ്യന് വലിയ ദൈവിക ആഗ്രഹം യേശുവിൻ്റെ കൂടെ പോകണം. ഇനി പഴയത് വേണ്ട, ഇനി എപ്പോഴും യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കണം. യേശു പറഞ്ഞു, അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ നിന്നെ ചുമതലപ്പെടുത്താം. നീ തിരിച്ചു പോയി നിൻ്റെ സ്വന്തക്കാരോടും നിൻ്റെ കുടുംബക്കാരോടും നിൻ്റെ ദേശക്കാരോടും ദൈവം നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് അവരെ അറിയിക്കുക. നിന്നോട് ദൈവം ചെയ്ത നല്ല കാര്യങ്ങൾ നീ പറയുക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവികമായ ഇടപെടലുകൾ, ദൈവം നൽകുന്ന അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ, കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം, കർത്താവ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യം, അത് രഹസ്യമാക്കി വെക്കണമെന്നുള്ളതല്ല. അത് സ്വന്തക്കാരോടും ബന്ധുക്കാരോടും വീട്ടുകാരോടും നാട്ടുകാരോടും ദേശക്കാരോടും അത് പറഞ്ഞ്, അത് പ്രഘോഷിച്ച്, അത് പ്രസിദ്ധമാക്കി യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. യേശുവിനെ ഏറ്റുപറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് യേശു തൻ്റെ പ്രബോധനത്തിൽ ദൈവമക്കളെ അറിയിക്കുന്നത്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അടുത്തൊരു സംഭവം. രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, ഒരുപാട് ചികിത്സകൾ നടത്തിയും സൗഖ്യം പ്രാപിക്കാതെ വിഷമിക്കുന്ന ഒരു സഹോദരി. അവൾ വലിയ വിശ്വാസത്തോടെ വന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നുള്ള വലിയ ഒരു വിശ്വാസത്തോടെ അവൾ വന്ന് അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ചു. തൽക്ഷണം യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിന് ചുറ്റും തിക്കിത്തിരക്കുകയാണ്. ജനക്കൂട്ടത്തിനിടയിൽ തിങ്ങി ഞെരുങ്ങിയാണ് യേശു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഡൻലി പെട്ടെന്ന് യേശു അവിടെ നിന്നു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ശിഷ്യന്മാർ പറഞ്ഞു, ജനങ്ങളെല്ലാം അങ്ങ് തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. മറയ്ക്കാൻ സാധ്യമല്ലെന്ന് കണ്ട് ആ സ്ത്രീ സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 47-ാം തിരുലിഖിതം. മറയ്ക്കാൻ സാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചുവെന്നും എങ്ങനെ സുഖപ്പെട്ടുവെന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം അവൾക്ക് ചെയ്തു കൊടുത്ത വലിയൊരു അത്ഭുത സൗഖ്യത്തെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പാകെ പ്രസ്താവിച്ച് ദൈവ തിരുനാമം മഹത്വപ്പെടുത്താൻ യേശു അവൾക്ക് ഒരവസരം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിസ്സാര കാര്യമല്ല ഇത്. യേശു തൻ്റെ അനന്ത ജ്ഞാനത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു നന്മ ജനങ്ങളുടെ മുമ്പാകെ പ്രസ്താവിച്ച് ദൈവ തിരുനാമം വെളിപ്പെടുത്തുന്നതിനെ
വലിയ സ്ഥാനം കൊടുത്ത് കാണുന്നുണ്ട് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് സാക്ഷ്യം പറഞ്ഞ ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ ടീച്ചറിൻ്റെ അനുഭവത്തിൽ പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ടീച്ചറിന് ആദ്യം വലിയ സാധാരണ വിശ്വാസമുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ അവരവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലഭിച്ച നന്മകൾ മുന്നോട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ടി വിയിലൂടെ ഭവനത്തിലിരുന്ന് ബഹുമാനപ്പെട്ട ടീച്ചറെ ശ്രദ്ധിച്ചു. ടീച്ചറുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷ്യം പറയുമ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ആയിരിക്കാം ഒരു ദൈവ പൈതൽ സംസാരിക്കുന്നത്. ചിലപ്പോൾ 2 മണിക്കൂർ നടക്കുന്ന പ്രഭാഷണങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ ആ 2 മിനിറ്റ് സാക്ഷ്യ സമയത്ത് അവരിലൂടെ കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് അച്ഛന് നിരവധി തവണ നേരിട്ട് ബോധ്യമുള്ള സംഗതിയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർ പറഞ്ഞെങ്ങനെയാണ്? ആ ടീച്ചർ പ്രഭാഷണം ശ്രദ്ധിച്ചു, നന്നായി മനസ്സിലാക്കി, നന്നായി ഉൾക്കൊണ്ടു. പക്ഷേ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ ടീച്ചറിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ദൈവാനുഭവം, ഒരു പ്രത്യേക ഹൃദയത്തുറവി, ഒരു പ്രത്യേക ആത്മാവിൻ്റെ സ്പർശനം ടീച്ചറിൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു. ടീച്ചറും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കും എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ടീച്ചർ വിശ്വാസത്തോടെ ഹൃദയം തുറന്നു. ടീച്ചർ വിശ്വാസത്തോടെ ദൈവനാമത്തെ വിളിച്ചപേക്ഷിച്ചു. വീട്ടിൽ പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് തന്നെ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ഇടപെടൽ, യേശുവിൻ്റെ അത്ഭുതം അനുഭവിക്കാൻ ദൈവം ടീച്ചർക്ക് ഇടവരുത്തി. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അംഗീകരിക്കുന്ന വലിയൊരു കാര്യമാണിത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 11 മുതൽ 19 വരെ തിരുലിഖിതങ്ങൾ. 10 കുഷ്ഠരോഗികൾ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. അതിൽ ഒരാൾ വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്നെ സ്പർശിച്ചത്. 17-ാമത്തെ വാക്യം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വാക്യം. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ബാക്കി 9 പേർ എവിടെ? അതിൻ്റെ അർത്ഥം എന്താണ്? സുഖപ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ലഭിക്കുന്ന എല്ലാവരും തന്നെ മുന്നോട്ട് വന്ന് ദൈവ തിരുനാമത്തെ ഏറ്റു പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബാക്കി 9 പേർ എവിടെ? എന്നിട്ട് വീണ്ടും ഈശോ തുടരുകയാണ്, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? എന്താ ഇതിൽ നിന്ന് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്? ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വരണം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഏറ്റു പറയണം, ഞാൻ സാക്ഷ്യപ്പെടുത്തണം. അതിലൂടെ ഇതുവരെയും വിശ്വാസം ലഭിക്കാത്ത, ഇതുവരെയും ഹൃദയം തുറക്കാത്ത അനേക ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് കർത്താവ് വ്യാപരിക്കുന്ന സമയമാണ്. അനേകം ജീവിതങ്ങളിലേക്ക് ചൊരിയാനിരിക്കുന്ന അത്ഭുതങ്ങളുടെയും ദൈവിക ഇടപെടലുകളുടെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ദൈവാനുഭവം, ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന അത്ഭുതങ്ങൾ, ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൗഖ്യങ്ങൾ, വിടുതലുകൾ. അത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു യാഥാർത്ഥ്യമല്ല. ഇത് അനേക ലക്ഷങ്ങളിലേക്ക് ദൈവത്തിന് ഇടപെടലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബിഗിനിങ് പോയിന്റ് മാത്രമാണെന്ന് തിരുലിഖിതങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സാക്ഷ്യത്തിന് ദൈവരാജ്യ വേലയുടെ അത്രയും വലിയ വിലയുണ്ട് എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ സമയം നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ നിറവ് ഈ സമൂഹത്തിലേക്ക് ചൊരിയണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയ്ക്കണമേ, കൃപ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങേ ഏറ്റുപറയാനുള്ള വൈക്ലഭ്യം,
അങ്ങ് ഏറ്റുപറയുന്നുള്ള അമാന്തത, അങ്ങ് ഏറ്റുപറയുന്ന അലസത, അങ്ങ് ഏറ്റുപറയുള്ള മടി, അങ്ങ് ഏറ്റുപറയുന്നുള്ള സംശയങ്ങൾ, അങ്ങ് ഏറ്റുപറയുന്നതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അങ്ങ് ഏറ്റുപറയുന്നതിനെ കുറിച്ചുള്ള മൂഢചിന്തകൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം ദിവ്യകാരുണ്യ നാഥന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന്, മുട്ടുകുത്താൻ പറ്റാത്തവർ നിന്നോ എഴുന്നേറ്റ് നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗങ്ങളും പാപങ്ങളും ആധിപത്യം പുലർത്തുന്ന ജീവിതങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. ക്യാൻസർ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കണം, മദ്യപാനത്തിന് അടിമപ്പെട്ടവർ പ്രാർത്ഥിക്കണം, സാത്താൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ പ്രാർത്ഥിക്കണം, അന്ധകാര പീഡകളിരിക്കുന്നവർ പ്രാർത്ഥിക്കണം. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പഠിക്കുമ്പോൾ ഒട്ടും ഓർമ്മ കിട്ടാത്ത കുട്ടികൾ പ്രാർത്ഥിക്കുക. യുവതിവാക്കന്മാർ തടസ്സങ്ങളുള്ള ജോലി തടസ്സങ്ങളുള്ളവർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ തടസ്സമുള്ളവർ, വിശ്വാസം തോന്നാത്തവർ, അവിശ്വാസ പീഡയിരിക്കുന്നവർ, നിരീശ്വരന്മാർ, ഓരോ ബന്ധനങ്ങളിൽ കിടക്കുന്നവർ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവിന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തം എടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തം എടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ, എന്നേക്കും വിട്ടുപോകാൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സാത്താനെ ശാസിക്കുന്നു. ഓ അന്ധകാര ശക്തികളെ, ദുർഭിടകളെ, യേശുക്രിസ്തുവിന്റെ അത്ഭുതമായ നാമത്തിൽ ഇപ്പോൾ ഈ ദൈവമകളിൽ നിന്ന് എന്നേക്കും വിട്ടുപോവുക. സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാ നാരകീയ സേനകളും എന്നേക്കുമായി ഛിന്നഭിന്നമാകട്ടെ. എന്നേക്കും വിട്ടുപോകാൻ, എന്നേക്കും വിട്ടുപോകാൻ, എന്നേക്കും വിട്ടുപോകാൻ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ.